السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഈരാറ്റുപേട്ട ഏരിയ പ്രസിഡന്റ് അവിനാഷ് മൂസ സാഹിബ്, വേദിയിലുള്ള മറ്റു സമാദരണീയ വ്യക്തിത്വങ്ങളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ കാരുണ്യം നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്നാദ്യമായി മനസ്സ് നിറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്തുന്ന ഇത്തരം ഒരു പരിപാടി ഒരുപക്ഷെ പ്രതികൂലമായ ഈ ഒരു കാലാവസ്ഥയിലും സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പരിപാടി അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ജമാഅത്തെ ഇസ്ലാമി വളരെ സന്തോഷപൂർവ്വം നടത്തുന്ന പരിപാടികളല്ല. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് മറുപടി പറയുകയും വീണ്ടും പരിപാടി നടത്തുകയും ചെയ്യുന്ന ഖണ്ഡന മണ്ഡന പരിപാടികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ്. കാരണം അതല്ലാതെ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ നാടും രാജ്യവും അതിലേറെ ഇസ്ലാമും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്, ഇടപെടാനുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ചില പരിപാടികൾ നടത്തേണ്ടി വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില നിർബന്ധിതമായ സാഹചര്യത്തിലാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടന ഏതാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുള്ളൂ. അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം ജമാഅത്തെ ഇസ്ലാമിയെ വലിച്ചിടുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ ട്രെൻഡായി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, എവിടെയെങ്കിലും ഒരു ഇലയനക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് എന്തുകൊണ്ടോ പറഞ്ഞില്ല. ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തി അങ്ങനെയും പറഞ്ഞു പോകുമോ എന്ന് കരുതുമാറ് എല്ലാത്തിന്റെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുന്ന പരാമർശം ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് തകർന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ മരണപ്പെട്ടപ്പോ ഇതേപോലെ തന്നെ നമ്മൾ വിചാരിച്ചു അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുമോ എന്ന്. ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കൗണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുവാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ ആശ്വസിക്കാമായിരുന്നു, അത് അവരാണല്ലോ എന്ന്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവരെക്കാൾ കൂടുതൽ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ CPIM-ന്റെ ഭാഗത്തു നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഏറ്റവും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച ഏറ്റവും കൂടുതൽ ശക്തമായ സന്ദർഭമായിരുന്നു കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവ വികാസങ്ങൾ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ തെറി പറയാൻ വേണ്ടിയാണ് എന്ന് തോന്നുമാറ് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും അധികം ചർച്ച ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയമാകേണ്ട ഒരു സാഹചര്യവും യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ആ നിലക്ക് നേർക്കുനേരെ ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം യഥാർത്ഥത്തിലില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആ ജനങ്ങളെ ബാധിക്കുന്ന നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇതെല്ലാമാണല്ലോ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറേണ്ടത്. പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ അത്തരം വിഷയങ്ങൾ ചർച്ചയാവരുത് എന്ന് വളരെ കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തെല്ലാമാണ്? അങ്ങ് അതിർത്തി സംസ്ഥാനമായ അസാം എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ സാധുക്കളായ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണത്. ഏകദേശം 4000 മുതൽ 5000-ഓളം വരുന്ന കുടുംബങ്ങളെയാണ് ഒരു ദിവസം കൊണ്ട് ബുൾഡോസർ രാജിലൂടെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ ജനവിഭാഗത്തെ വഴിയാധാരമാക്കി മാറ്റിയത്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിരുന്നോ? എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദങ്ങൾ നമുക്കിടയിൽ നടന്നിരുന്നോ? അതെവിടെയും ചർച്ചയല്ല. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ വരാനിരിക്കുന്ന ഡിസംബർ മാസത്തിൽ. അതിന്റെ മുന്നോടിയായി ബീഹാറിലെ ഏകദേശം 2.5 കോടിയിലധികം വരുന്ന ജനങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താവുക എന്ന് മാത്രമല്ല, അവരുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ CPM ആ വിഷയം എവിടെയെങ്കിലും ചർച്ചയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാവേണ്ടുന്ന വിഷയങ്ങളാണല്ലോ ഇതെല്ലാം. അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഇവന്മാർക്ക് യാതൊരു താല്പര്യവുമില്ല. അതിനവർ സമയം കണ്ടെത്തുന്നില്ല. തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ ഇത്തരം അതുപോലെ തന്നെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് കേരളത്തിൽ സംഘപരിവാർ കഴിഞ്ഞ 2014 മുതൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകമായ പ്രവർത്തന രീതിയാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു പ്രത്യേകമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ അവർ ആരംഭിച്ച ഒരു പ്രവർത്തന രീതിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമുദായികമായ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വിവേചനത്തിന്റെ ശബ്ദം ആളിക്കത്തിച്ചുകൊണ്ട്
ഒരു പ്രത്യേക വിഭാഗത്തോട് വെറുപ്പും വിദ്വേഷവും എത്രമാത്രം ഊതി നിർപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഊതി നിർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക എന്ന അജണ്ടയുമായി 2014 മുതൽ സംഘപരിവാർ ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് മേഖലയിൽ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 10 വർഷക്കാലം പൂർത്തീകരിച്ചുകൊണ്ട് 2 കാലാവധികൾ പൂർത്തീകരിച്ചുകൊണ്ട് 3ാമത്തെ കാലാവധിയിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏകദേശം 160-ലധികം വരുന്ന പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 160-ലധികം വരുന്ന പൊതുയോഗങ്ങൾ. ആ പൊതുയോഗങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളെല്ലാം വളരെ ലൈവായി അന്ന് നമ്മൾ കണ്ടതാണ്. അന്ന് കാണാത്തവർക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഇന്നത് കേൾക്കാനും കാണാനും സാധിക്കും. എന്താണ് അദ്ദേഹം ആ പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞിരുന്നത്? ആ പ്രഭാഷണത്തിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യം ഭരിക്കുന്ന ഭരണ പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ച നിലനിർത്തുവാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണല്ലോ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിൽ നിന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുക. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരക്ഷരം അദ്ദേഹം ഒരു പ്രസംഗത്തിലും പറയുന്നില്ല. പിന്നെന്താ അദ്ദേഹത്തിന്റെ പ്രഭാഷണ വിഷയം? അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഈ പറയുന്ന സ്വഭാവത്തിൽ എത്രത്തോളം മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കാൻ പറ്റുമോ അതിനു വേണ്ട അജണ്ടകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് ആളിക്കത്തിക്കുന്ന സംസാരങ്ങളാണ് നിരന്തരമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ നടത്തിയ എല്ലാ പ്രഭാഷണങ്ങളിലും ഉന്നയിച്ചത്. നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഹിന്ദുക്കൾ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാം, ഹിന്ദുക്കളായ സ്ത്രീകളുടെ കെട്ടുതാലി നിങ്ങളുടെ കഴുത്തിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് ഇവന്മാർ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റൂല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെറ്റുപെരുകി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്. അതിന്റെ മാൻഡേറ്റ് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വോട്ട് നൽകി കഴിഞ്ഞാൽ. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെയുള്ള മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് വോട്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ജിഹാദിന്റെ പ്രമോട്ടർമാരായ ഈ കൂട്ടർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു അതിശയോക്തിയുമില്ല. കാരണം അത് സംഘപരിവാറാണ്. അത് RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന സംഘടനയും അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയുമൊക്കെയാണ്. അവരങ്ങനെയേ സംസാരിക്കൂ. അവർക്ക് അങ്ങനെയുള്ള ഒരു ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും പരിചയമില്ലാത്ത ഇന്ത്യയിലെ വർഗീയ ഫാഷിസത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് സംഘപരിവാർ പാളയം എന്ന് പറയുന്നത്. അവരങ്ങനെയേ പ്രസംഗിക്കൂ. അതുകൊണ്ട് നമ്മൾ അതിനങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷെ കേരളം ഭരിക്കുന്നത് സംഘപരിവാർ അല്ലല്ലോ. കേരളത്തെ കുറിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത് എന്താ? കേരളത്തിന്റെ നിയമസഭയിൽ സംഘപരിവാറിന്റെ ഒരു MLA പോലും ഇല്ല. നേരത്തെ ഒരാളുണ്ടായിരുന്നു, അയാളെടുത്ത് പുറത്തേക്ക് ഇട്ടു. ഇപ്പോ ഒരു MLA പോലും നിയമസഭയിലില്ലാത്ത ഇന്ത്യയിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയുമ്പോ എന്തിനാണ് BJPക്ക് നിയമസഭയിൽ ഒരു അംഗമില്ലാതെ തന്നെ എന്താണോ സംഘപരിവാർ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അജണ്ട, അത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന നിലക്ക് RSSന്റെ അജണ്ടകൾ വളരെ മനോഹരമായി ഇവിടെ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സംഘപരിവാറും CPM തമ്മിൽ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുന്നതിൽ ഒരൊറ്റ വ്യത്യാസമുണ്ട്. എന്താ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കാൻ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യമില്ല.
അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം ഓർഗനൈസേഷന് മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഏത് മുസ്ലിമിനെയും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു താടി വെച്ച ഒരു മനുഷ്യനുണ്ടായാൽ, ഒരു തൊപ്പി വെച്ച ഒരു മുസ്ലിമിനെ കണ്ടാൽ, ഒരു സ്കാർഫ് ധരിച്ച ഒരു പെൺകുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമോഫോബിയ ഒരു പ്രയാസവുമില്ലാതെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക ഘടന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ വളരെ ആസൂത്രിതമായി നേരത്തെ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ആ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് സംഘപരിവാർ ഇസ്ലാമോഫോബിയയെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുവാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ പെട്ടെന്ന് ഇസ്ലാമോഫോബിയ പറഞ്ഞു കഴിഞ്ഞാൽ, നേർക്കുനേരെ മുസ്ലിം സമുദായത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് അത്ര വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിയ CPM ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവർ ഭീകരവാദികളാണ്, അവർ തീവ്രവാദികളാണ്, അവര് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്, അവര് രാജ്യസ്നേഹമില്ലാത്ത കൂട്ടരാണ്. ഈ രാജ്യത്ത് അപകടകരമായ പ്രത്യയശാസ്ത്രത്തെ പേറി ഈ രാജ്യത്തെ അപകടത്തിന്റെ ഗർത്തത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് തുടങ്ങിയ നട്ടാൽ മുളക്കാത്ത പച്ചക്കള്ളങ്ങൾ നിരന്തരമായി ഒന്നിന് പിറകെ മറ്റൊന്നായി ആവർത്തിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ, കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിൽ അതിഭീകരമായ വിള്ളലുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുള്ള ഹിഡൻ അജണ്ട സംഘപരിവാർ അല്ല കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. CPIM എന്ന് പറയുന്ന അതിന് നേതൃത്വം നൽകുന്ന കൂട്ടരാണ്. എന്താ കാര്യം മറ്റൊന്നുമല്ല, മൂന്നാമതും അധികാരത്തിൽ വന്നേ മതിയാകും. പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ മുഖ്യമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രിയായി കൊണ്ട് തന്നെ മരിച്ചു പോണം. അങ്ങനെ അല്ലാത്ത ഒരു ജീവിതം ഇനി മൂപ്പർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ നിന്നുകൊണ്ട് ഇനിയും അധികാരത്തിൽ തുടർന്നേ മതിയാകും. അങ്ങനെ അധികാരത്തിൽ തുടർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങൾ നിങ്ങളെ മൂന്നാമത് എന്നല്ല 4-ാമതും 5-ാമതും ഒക്കെ നിങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരും. പക്ഷേ അതിനുള്ള യോഗ്യത നിങ്ങൾ നേടിയെടുക്കുകയല്ല വേണ്ടത്. ആ യോഗ്യത നേടിയെടുക്കുന്നതിന് പകരം ആ യോഗ്യതയുണ്ട് എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അത് മറച്ചു വെക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി മാറ്റുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ മുഖ്യമന്ത്രിയും CPIM-ന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് കഴിഞ്ഞ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ നിങ്ങൾ പരിശോധിച്ചല്ലോ. എന്താണ് ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞത്? ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾ 2 തവണ ഈ നാട്ടിലുള്ള ജനങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നു. തുടർച്ചയായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഈ കേരളത്തെ പുരോഗതിയുടെ പടവുകൾ ചവിട്ടി ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ഇന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ച നിലനിർത്തണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി വിജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഇതല്ലേ പറയേണ്ടത്? ഇതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഭരണ രംഗത്തുള്ള ഒരു പാർട്ടി ആ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. പക്ഷേ പിണറായി വിജയൻ സംസാരിച്ചത് കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കിയ വികസനത്തെ കുറിച്ചല്ല. ഗോവിന്ദൻ മാഷ് നിലമ്പൂരിൽ നടത്തിയ പ്രസംഗങ്ങളിൽ പറഞ്ഞത് കേരളത്തിന്റെ വികസനത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി നടപ്പിലാക്കിയ പുരോഗതികളെ കുറിച്ചല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനൊന്നുമില്ല? അങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടര് അടുത്ത തവണയും നിർബന്ധമായും അധികാരത്തിൽ വന്നേ മതിയാകും. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെ കൂടെ കൂടിയിട്ട് UDF-നെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ പാലക്കാട് ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മേപ്പറമ്പ്. ആ മേപ്പറമ്പിൽ വെച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്
മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുകയെ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടി, അവർക്ക് സ്വയം ഒരു അസ്തിത്വമുണ്ട്. അവർ വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിന്റെ അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ് എന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുന്നത് ആരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തൊരു ഗതികേടായി മനുഷ്യന്മാരുടേത്! ഇങ്ങനെയാണോ ഒരു ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ പ്രസംഗിക്കേണ്ടത്? നിലമ്പൂരിലേക്ക് വന്നപ്പോ എന്തെല്ലാം പച്ചക്കളങ്ങൾ പറഞ്ഞത്! ജമാഅത്തെ ഇസ്ലാമി അങ്ങേറ്റത്തെ അപകടമുള്ള പാർട്ടിയാണ്. എന്താ കാര്യം? ജമാഅത്തെ ഇസ്ലാമി അങ്ങ് കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോ ആ ഭീകരാക്രമണത്തെ അപലപിക്കാത്ത ഏക പാർട്ടി ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമാണ്. എന്തൊരു നുണയെ പറയുന്നത്! വളരെ പച്ചയായി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വളരെ ലൈവായി നിലനിൽക്കുന്ന റിയാലിറ്റിയെ ഒരു ഉളുപ്പുമില്ലാതെ മറച്ചു വെച്ചുകൊണ്ട് പച്ചക്കള്ളം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈബൽസിയം തിയറി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഒരു നുണങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ആളുകൾ അത് സത്യമാണെന്നാണ് വിശ്വസിച്ചുകൊള്ളു എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നിനു പിറകെ മറ്റൊന്നായിക്കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. പഹൽഗാം ആക്രമണത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ നിലപാട് കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അത് അറിയാത്തവരല്ലേ ഇവർ. അവസാനം ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന CPIM സെക്രട്ടറിക്ക് നേരെ ജമാഅത്തെ ഇസ്ലാമിക്ക് കേസ് കൊടുക്കേണ്ടി വന്നു. കാരണം ഇമാതിരി കള്ളം തെരുവിൽ നിന്നുകൊണ്ട് പച്ചയായി വിളിച്ചു പറഞ്ഞാൽ നിയമ നടപടികളിലൂടെ അതിനെ നേരിടുക എന്നതല്ലാതെ മറ്റു വഴികളില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. ആ സ്വഭാവത്തിൽ കള്ളങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ചെറുതും വലുതുമായി എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു അതിന്റെ പിന്നിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി. കോഴിക്കോട് ആവിക്കൽത്തോടും മാലിന്യ പ്ലാന്റിനെതിരെ ആളുകൾ സമരം നടത്തിയപ്പോ ആ സമരത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇന്ന് ആലപ്പുഴയിൽ കരിമണൽ ഖനനത്തിനെതിരെ ആളുകൾ സമരരംഗത്തിറങ്ങിയപ്പോ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ നാട്ടുകാർ സമരത്തിറങ്ങിയപ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമി. കേരളയിൽ പദ്ധതിക്കെതിരെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതിശക്തമായ സമരങ്ങളുമായി രംഗത്ത് വന്നപ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഇല്ലാത്ത വല്ലതും ഇവിടെ ഉണ്ടോ? മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ഒരു വലിയനെ കുറിച്ച് മുദബ്ബിറെ ആലം എന്ന് പറയാറുണ്ട്. ഒരു തെറ്റായ ആരോപണം അത് എന്ന് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു മുദബ്ബിറെ ആലമാണെന്ന് കേരളത്തിലെ CPM ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കോഴിക്കോട് വെച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെ ജയരാജൻ എന്ന് പറയുന്ന CPM പിന്നെ സെക്രട്ടേറിയറ്റ് അംഗമായ ജയരാജൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ പ്രകാശന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഏകദേശം 35 മിനിറ്റ് നേരം പ്രസംഗിച്ചു. ആ 35 മിനിറ്റ് നേരം പ്രസംഗിച്ചതിൽ അദ്ദേഹം 26 മിനിറ്റും ചെലവഴിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മുഖ്യമന്ത്രിയുടെ 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ 26 മിനിറ്റും ചെലവഴിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇല്ലാ കഥകൾ നിരന്തരമായി ആവർത്തിക്കാം. ഈ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ CPM അധപ്പതിച്ചു പോയതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ CPM അത്യധികം അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ 30 വർഷത്തിലധികം തുടർച്ചയായി അവർ ഭരണം നടത്തി. ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനത്ത് കാലങ്ങളോളം ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനം. എന്നാൽ ഇന്ന് ആ 2 സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ CPM അവിടെ തിരിയിട്ട് തിരഞ്ഞാൽ കാണാൻ പറ്റാത്ത ഒരു കൂട്ടരായി മാറി. നിയമസഭക്കകത്ത് ഒരൊറ്റ MLA പോലും ഇന്ന് CPM-നില്ല. പശ്ചിമ ബംഗാളിൽ, ത്രിപുരയിലുമില്ല. എന്തുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ആ പാർട്ടി എത്തപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതാപരമായ വിമർശനാത്മകമായ ആലോചനകൾ നടത്തിക്കൊണ്ട് അതിൽ നിന്നുള്ള തിരുത്തലിന്റെ പ്രവർത്തനങ്ങളാണല്ലോ
ആ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. പക്ഷെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അവിടെ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് എന്താ? നിങ്ങളിന്ന് പശ്ചിമ ബംഗാളിലെ പാർട്ടി ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ ആ പാർട്ടി ഓഫീസുകളുടെ മുകളിൽ പാറിക്കളിക്കുന്ന പതാക ചെങ്കൊടിയല്ല. ആ ചെങ്കൊടിയുടെ സ്ഥാനത്ത് കാവിക്കൊടി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി ഓഫീസിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഓഫീസിനകത്ത് കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും EMSന്റെയും അതേപോലെ തന്നെ സുർജിത്തിന്റെയും ഒക്കെ ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ ഫോട്ടോകളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഹെഗ്ഡേവാറിന്റെയും ഗോൾവാൾക്കറിന്റെയും മൂർച്ചയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മോഹൻ ഭഗവത്തിന്റെയും ഒക്കെ പടങ്ങളാണ് ഇന്ന് CPMന്റെ പാർട്ടി ഓഫീസിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇത് അതിശയോക്തിയുള്ള വർത്തമാനമല്ല. കാരണം എന്താണ്? ചെങ്കൊടി നരച്ചങ്ങനെ മൂത്തുകഴിഞ്ഞാൽ അതിനൊരിക്കലും പച്ചക്കൊടിയാകാൻ പറ്റില്ലല്ലോ. ചെങ്കടിക്ക് നര ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ത്രിവർണ്ണ പതാകയുമാകാൻ പറ്റൂല. ചെങ്കൊടിക്ക് നര ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കാവിയായി മാറുകയാണ് ചെയ്യുക. ആ കാവിത്വത്തിലേക്ക് അങ്ങ് പശ്ചിമ ബംഗാളിൽ പാർട്ടി മാറിക്കഴിഞ്ഞു, ത്രിപുരയിൽ പോയി കഴിഞ്ഞു. അതേ വഴിയിൽ കേരളവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. AKG സെന്ററിന്റെ മുകളിൽ ഇന്ന് പാറിപ്പടക്കുന്നത് ചെങ്കൊടിയാണെങ്കിൽ ആ ചെങ്കൊടിയുടെ സ്ഥാനത്ത് കാവിക്കൊടി പറക്കുന്ന കാലം അതിവിദൂരമല്ലെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേരളം യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിന്റെ അപകടം തിരിച്ചറിയാതെ ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ചികിത്സ നടത്തേണ്ടതിന് പകരം ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരമായി തെറി പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ RSSന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത് ആരാ? RSSന് എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? ഒരു സംശയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഉത്തരം പറയും, അത് CPIM ആണ്. PV അൻവർ MLA രാജിവെച്ചുകൊണ്ട് അവിടെ ഒരു നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാനുണ്ടായ പശ്ചാത്തലം കേരളത്തിന് മറക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഈ രാജ്യത്ത് നാട്ടിലുള്ള ജനങ്ങളോട് തുറന്നു പറഞ്ഞ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൽ ലൈവായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. ആ സംഭവങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ RSSന് നിരന്തരമായി വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളോട് അദ്ദേഹം ഒരു ഉപദേശം നൽകുന്നുണ്ട്. എന്താ ഉപദേശം? നിങ്ങൾ RSSന് മരുന്നിട്ട് കൊടുക്കരുത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, RSSന് മരുന്നിട്ട് കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞാലൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്താ പശ്ചാത്തലം? എറണാകുളം ജില്ലയിലെ പറവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് ഇവിടെ വിസ്ഡം എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ ആളുകൾ അന്ന് നടത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിന്റെ ഭാഗമായി വിസ്ഡം പ്രവർത്തകർ പറവൂരിൽ ലഘുലേഖ വിതരണം ചെയ്യുമ്പോൾ ആ ലഘുലേഖ വിതരണം ചെയ്യുന്ന മുജാഹിദ് പ്രവർത്തകരെ RSSകാർ തെരുവിൽ കൈകാര്യം ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കിയ സംഭവമായിരുന്നു. ആ സംഭവം കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ചയായപ്പോ കേരളത്തിലെ മുസ്ലിങ്ങളെ അന്ന് മുഖ്യമന്ത്രി ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കരുത്. ഞാൻ പറയുന്നു, RSSന് മരുന്നിട്ട് കൊടുക്കുന്നത് ഇവിടെ ഒരു മുസ്ലിം സംഘടനയുമല്ല. ജമാഅത്തെ ഇസ്ലാമിയോ മുജാഹിദോ തബ്ലീഗ് ജമാഅത്തോ സുന്നിയോ ഇനി മറ്റേതെങ്കിലും വിഭാഗം ഉണ്ടെങ്കിൽ അവരൊന്നുമല്ല. ഇവിടെ RSSന് മരുന്നിട്ട് കൊടുക്കുന്ന ഒരു സംഘടന കേരളത്തിലുണ്ടെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ടി CPIM എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ്. നിങ്ങൾ നിരന്തരമായി മരുന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അല്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷത്തിലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ നിന്ന് കന്നി MP ആയി പാർലമെന്റിലെത്തിയപ്പോ ആ പാർലമെന്റിലെത്തിയതിനു ശേഷം വയനാട് ജില്ലാ സമ്മേളനത്തിൽ CPIMന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് CPIMന്റെ വായ തുറന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന് നേരെയും മുസ്ലിം സമുദായത്തിന് നേരെയും നിരന്തരമായ അക്രമങ്ങൾ അടിച്ചുവിടുന്ന CPIMന്റെ രണ്ടാമത്തെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരാണ് A. വിജയരാഘവൻ. അയാള് വയനാട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? പിണറായി വയനാട് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ നിന്ന് ഇത്രമാത്രം വലിയ ഭൂരിപക്ഷം വോട്ട് വാങ്ങിച്ചുകൊണ്ട് വിജയിച്ചു പോയത് അവരുടെ മുന്നിലും പിന്നിലും മുസ്ലിം തീവ്രവാദികളുള്ളത്
അവരുടെ മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് മുസ്ലിം തീവ്രവാദികൾ അവിടെ പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്നും വേണ്ട, മുപ്പർക്ക് മുസ്ലിങ്ങൾ ഉണ്ടായാൽ മതി. തീവ്രവാദം പറയാനും ഭീകരവാദം പറയാനും മുസ്ലിങ്ങളെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിജയരാഘവൻ അദ്ദേഹം പരസ്യമായി പറഞ്ഞു. ഇന്നും അത് പിൻവലിച്ചിട്ടില്ലല്ലോ. CPIM സംസ്ഥാന സെക്രട്ടറി അതിനെ ന്യായീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി. അദ്ദേഹം കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് എന്ന് സ്ഥിരം പല്ലവി അവിടെ വിശദീകരിച്ചു. ആ സംഭവം നടന്നതിന് ശേഷം അഥവാ വിജയരാഘവന്റെ ഈ പച്ചക്കള്ളം അല്ലെങ്കിൽ വർഗീയ വിദ്വേഷത്തിന്റെ അപകടകരമായ ഈ പ്രഭാഷണം നടന്നതിന് ശേഷമാണ് മഹാരാഷ്ട്രയിലെ ഒരു BJP-കാരനായ മന്ത്രി കേരളത്തെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്താ അദ്ദേഹം പറഞ്ഞത്? കേരളം ഒരു മിനി കാശ്മീരാണ്, കേരളം മിനി കശ്മീരായി കൊണ്ടിരിക്കുകയാണ് എന്ന് മഹാരാഷ്ട്രയിലെ മന്ത്രി കേരളത്തെ കുറിച്ച് പറഞ്ഞപ്പോ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തി. ഞാൻ പറയുന്നു, അങ്ങനെ പ്രതികരണം നടത്താൻ പിണറായി വിജയന് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? യഥാർത്ഥത്തിൽ അന്ന് ആ മന്ത്രി പറയാനുള്ള കാരണം എന്താ അറിയോ? അദ്ദേഹം ആ പ്രസ്താവന പറയുന്നത് വിജയരാഘവൻ വയനാട് വെച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തെ കോട്ട് ചെയ്തുകൊണ്ട്. വയനാടിൽ വിജയരാഘവൻ പ്രിയങ്ക ഗാന്ധിയുടെയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ വിജയം ഇവിടെയുള്ള മുസ്ലിം തീവ്രവാദികളുടെ പിൻബലത്തിലാണ് എന്ന് പറഞ്ഞ പ്രസ്താവനയെ കോട്ട് ചെയ്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ മന്ത്രി കേരളത്തെ കുറിച്ച് മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചത്. അപ്പൊ CPM ആരെ യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത്? മഹാരാഷ്ട്രയിലെ മന്ത്രിയാണ്. ആ മന്ത്രിയെ തിരുത്തുന്നതിന് പകരം സ്വന്തം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനെ ഏറ്റവും ചുരുങ്ങിയതൊന്നും വിളിച്ച് താക്കീത് ചെയ്യിച്ചിന് വേണ്ടേ? പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒന്ന് തിരുത്താനുള്ള ആർജവം നിലപാട് എന്തുകൊണ്ട് CPIM എന്ന് കാണിച്ചില്ല? ഞാൻ പറഞ്ഞത്, ആരാണ് യഥാർത്ഥത്തിൽ RSSന്റെ മരുന്നിട്ട് കൊടുക്കുന്നത്? ഞാൻ ഈരാട്ടുപറ്റയിൽ വെച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. PC ജോർജിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. വായ തുറന്നു കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ വിഷലിപ്തമായ വർത്തമാനങ്ങൾ നിരന്തരമായി ഒന്നിനു പിറകെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനം TV-യിലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാവരും രാജ്യദ്രോഹികളാണ്, തീവ്രവാദികളാണ്, ഹറാം പറഞ്ഞ വാക്കങ്ങനെയാണ്, ഹറാം പറഞ്ഞവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകണം പരസ്യമായിട്ട് പറഞ്ഞില്ലേ? ആ പറഞ്ഞ PC ജോർജിനെ വിളിച്ച് ഒരു താക്കീത് ചെയ്യാൻ യഥാർത്ഥത്തിൽ CPM-ന് കഴിഞ്ഞു. കേരളത്തിലെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ അദ്ദേഹത്തിന് നേരെ കേസ് കൊടുത്തു. ആ കേസിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഒരു FIR ഇട്ടുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുവാൻ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ സംവിധാനത്തിന് കഴിയുന്നില്ല? എന്നിട്ട് പറയുന്നു, RSSകാർക്ക് മുസ്ലിം സംഘടനകൾ മരുന്നിട്ട് കൊടുക്കാറുണ്ട്. RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം സംഘടനകളാണ് എന്ന സ്വഭാവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ PC ജോർജിന് വായ തുറന്ന ബെല്ലില്ലാത്തത് കൊണ്ട് ഏറ്റവും ഒടുവിൽ നെഹ്റു മുസ്ലിമാണെന്നാണ്. അതിലേറ്റവും നല്ല മറുപടി ബൽറാം പറഞ്ഞതുപോലെ അതിനിപ്പോ എന്താ എന്ന് ചോദിക്കലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. നെഹ്റു മുസ്ലിമാണ്. നെഹ്റുവിന്റെ വീട്ടിൽ അയാൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. അയാളുടെ പിതാവ് പിന്നെ മുസ്ലിമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു ബെല്ലും ബ്രേക്കുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഈ സ്വഭാവത്തിൽ RSSന് നിരന്തരമായി മരുന്നിട്ട് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് CPIM തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. NRC സമരം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. എന്തായിരുന്നു പ്രസ്താവന? ഈ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഈ സമരത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തൂല. അദ്ദേഹത്തിന് ഒരു മൻ കി ബാത്തിൽ പറഞ്ഞപ്പോ അന്നും അദ്ദേഹം കൂട്ടിയതാരായിരുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന NRC CAA സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയപ്പോ ആ പ്രസ്താവനയെ കോട്ട് ചെയ്തുകൊണ്ടാണ്
പറയുന്ന CAA NRC സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് പറയുന്നത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബഹുമാന്യനായ അച്യുതാനന്ദന്റെ പ്രസ്താവന ഇന്നും വിവാദമായി നിൽക്കുന്നത് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന് മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ചാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നത്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ കോട്ടയം ജില്ലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പരസ്യമായി പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? എത്രമാത്രം വലിയ വിദ്വേഷ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്, ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ബഹുമാന്യനായ അച്യുതാനന്ദന്റെ അന്നത്തെ പ്രസ്താവനയെ കൂട്ടു ചെയ്തുകൊണ്ട് ആരും ഇവിടെ തിരുത്താൻ തയ്യാറായില്ല. CPIM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അന്നൊന്നും പറഞ്ഞില്ല അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ? എന്നിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ ആ പ്രസ്താവന തിരുത്തേണ്ടതില്ലേ? പക്ഷേ ഇന്നും ഞാൻ ഈ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസവും വെള്ളാപ്പള്ളി നടേശൻ ഒരുപാട് ഈ പറയുന്ന സ്വഭാവത്തിലുള്ള മുസ്ലിം വിരുദ്ധ വർത്തമാനങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വേണമെങ്കിൽ വർഗീയവാദം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എന്റെ പേരിൽ കേസെടുത്തോ എന്നുകൂടിയാ പറയുന്നത്. എന്നിട്ട് കേസെടുക്കുന്നുണ്ടോ? കേസെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്നത് സരസ്വതി വർത്തമാനങ്ങളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി നടേശനെ കുറിച്ച് പറയുന്ന വർത്തമാനമാണ്. വാസവൻ പറഞ്ഞതെന്താ? വളരെ പ്രബുദ്ധമായ അടിയുറച്ച അഭിപ്രായങ്ങൾ പറയുവാൻ കെൽപ്പുള്ളയാളാണ് അദ്ദേഹം. അദ്ദേഹം എന്ന് പറയുന്നത് വലിയ മഹാനാണ് എന്ന സ്വഭാവത്തിൽ CPM-ന്റെ നേതാക്കന്മാര് വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെയൊക്കെ പുകഴ്ത്താൻ പറ്റുമോ ആ പുകഴ്ത്താൻ പറ്റുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും അത്തരം വർഗീയത ഛർദ്ദിക്കുവാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മതരാഷ്ട്രവാദം പറയുന്നു, തീവ്രവാദം പറയുന്നു, ഭീകരവാദം പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഈ പറയുന്നതിന് എന്ത് തെളിവാണുള്ളത്? എന്തെങ്കിലും ഒരു എവിഡൻസ് മുന്നിൽ വെച്ചുകൊണ്ടല്ലേ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത്? അങ്ങനെ ഒരു തെളിവുമില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കള്ളം നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് വളരെ ലൈവായി കഴിഞ്ഞ 75 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ രാജ്യവേട്ടക്കാർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പല സ്വഭാവത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പല കാര്യങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമി നടത്തിയ തീവ്രവാദം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിയ ഭീകര പ്രവർത്തനം എന്താണ്? എന്ത് മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്നത് എന്ന് നമുക്കെന്തെങ്കിലും നമ്മൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല. ഇത് കേവലം ആരോപണങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയല്ല ഈ വിരൽ ചൂണ്ടൽ, മറിച്ച് ഇസ്ലാമിന് നേരെയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അത് സമഗ്രമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത പദ്ധതിയാണ്. ആ ജീവിത പദ്ധതിയെ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആദർശം ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ലോകത്തെ പ്രവാചകന്മാർ വന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ എന്ന് ഖുർആൻ പറയുന്നതിനെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരും അതത് കാലഘട്ടത്തിലുള്ള ജനവിഭാഗത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ്, അതുകൊണ്ട് പടച്ചതമ്പുരാന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്ന ഇസ്ലാമിന്റെ ആദർശം അതത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും അല്ലാഹു നിയോഗിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, പള്ളികളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ആദർശത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഥവാ ആരാധന മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ആരാധനയുടെ പുറമെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം, സാമ്പത്തിക ഇടപാടുകൾ, കുടുംബജീവിതം, രാഷ്ട്രീയ പ്രവർത്തനം, നാഗരികത, സംസ്കാരം, ഭരണം, ഭരണകൂടം, ഭരണഘടന എന്ന് തുടങ്ങി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. അതെല്ലാം ഉൾക്കൊള്ളുന്ന ആദർശത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ
വ്യവഹാരങ്ങൾ നടക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതിലൊക്കെ ആ ആദർശം കാണാൻ കഴിയും. അതാണ് പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയ ആദർശം. ആ ആദർശത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കഴിഞ്ഞ 75 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 75 വർഷക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിന്റെ ട്രാക്ക് റെക്കോർഡ്സ് ഒരു വള്ളിമുള്ളി വ്യത്യാസമില്ലാതെ ഇവിടെ ലൈവായി ഈ നാട്ടിൽ നിലനിൽക്കുന്ന കാര്യമാണ്. അതിന്റെ തുടർച്ചയായി ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെവിടെയെങ്കിലും ഈ പറയുന്ന ഭീകരവാദമോ തീവ്രവാദമോ നമുക്ക് കാണാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടില്ല. അത് ജമാഅത്തെ ഇസ്ലാമി ഭീരുക്കളായതുകൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് കൃത്യമായ ഒരു ലൈനുണ്ട്, കൃത്യമായ ഒരു മാർഗമുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗവും നന്നായിരിക്കണമെന്ന് ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ തത്വമാണ്. പക്ഷേ കമ്മ്യൂണിസം അങ്ങനെയല്ല പറയുന്നത്. ലക്ഷ്യം നന്നായാൽ ആ ലക്ഷ്യത്തിലേക്ക് ഏത് മാർഗവും സ്വീകരിക്കാം. അതുകൊണ്ടാണ് 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം നടപ്പിലാക്കാൻ വേണ്ടി 9.5 കോടിയിലധികം വരുന്ന ജനങ്ങളെ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി കൊന്നു തീർക്കേണ്ടി വന്നത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയം നമ്മുടെ കുറവാണ്. എന്നാൽ ഇസ്ലാമിന് അങ്ങനെ ഒരു വഴിപാടില്ല. ഇസ്ലാമിന് ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം നന്നാവണം. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരിലൂടെ പരിചയപ്പെടുത്തിയ ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ സംവിധാനത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ഈ രാജ്യത്ത് നിർവഹിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ വളരെ സർഗാത്മകമായി വളരെ മനോഹരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും അഹമഹിമയ ഒരു മനസ്സങ്കോചവുമില്ലാതെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വരാജ് എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ജമാഅത്തെ ഇസ്ലാമിയുടെ കടയിൽ ഹിന്ദു പേരുകൾക്ക് ഭയങ്കര മാർക്കറ്റാണ്. ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ ഹിന്ദുക്കൾ മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കും. കാരണം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നന്മയുടെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങളുടെയും പക്ഷത്തു നിന്ന് ആരെല്ലാം പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ അവരുടെ കൂടെ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം പ്രവർത്തിക്കുക. അവരുടെ തോളിൽ കൈയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരുടെ മതമോ ജാതിയോ ഭാഷയോ വർഗമോ വർണ്ണമോ ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമിക തടസ്സമല്ല. കുല്ലുക്കും മിൻ ആദം വആദമ മിൻ തുറാബ് എന്ന് പറയുന്ന ആദർശങ്ങളോ എല്ലാവരും ആദമന്റെ സന്തതികളാണ്. ആദമാവട്ടെ മനുഷ്യരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ആ മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ ഒരു മെയ്യായി ഒരു നാട്ടിൽ പ്രവർത്തിച്ച് ഒരു മനോഹരമായ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം സാഹോദര്യത്തിന്റെ സന്ദേശമാണ്, സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്. വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും മനോഭാവങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നേടിയെടുക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കുഴപ്പമല്ല, നിങ്ങളുടെ ചിന്താമണ്ഡലത്തിന്റെ ദൗർബല്യത്തിന്റെ പ്രശ്നം മാത്രമാണ് എന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിലുള്ളവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിന്റെ മനോഹരമായ ആശയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്, ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമിനകത്ത് രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് എന്നുള്ളത് കൊണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയം ഇവിടെ RSS പ്രൊമോട്ട് ചെയ്യുന്ന മതരാഷ്ട്രവാദമല്ല. മതരാഷ്ട്രവാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരുതരം ബ്രാഹ്മണിക്കൽ ഹെക്കിമണിയിൽ നിന്നുകൊണ്ട് ആ ബ്രാഹ്മണാധിപത്യത്തിനപ്പുറം മറ്റെന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മുച്ചൂടും ഇല്ലാതാക്കിക്കൊണ്ട് ആ ബ്രാഹ്മണാധിപത്യത്തിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ആശയമാണ് RSSന്റെ മതരാഷ്ട്രവാദം കൊണ്ട് ഉന്നയിക്കുന്നതെങ്കിൽ, അതേപോലെ തന്നെ പൗരോഹിത്യത്തിന്റെ അവിഹിതമായ ഇടപെടലാണ് മതരാഷ്ട്രവാദം കൊണ്ട് ഉന്നയിക്കുന്നതെങ്കിൽ ഇത് രണ്ടും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പൗരോഹിത്യത്തിന് ഒരു സ്ഥാനമില്ല. ലാ റഹ്ബാനിയത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ അങ്ങനെ ഒരു പൗരോഹിത്യമേ ഇല്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി
സാധിക്കും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സാമുദായികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി ഒരു ഇസ്ലാമിക ഭരണ സംവിധാനം കൊണ്ടുവന്നപ്പോ അവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്. അവിടെ മെജോറിറ്റി ജൂതന്മാരാണ്, ക്രിസ്ത്യാനികളാണ്, മജൂസികളാണ്, മുശ്രിക്കുകളാണ്. അവരെല്ലാവരും ഉൾക്കൊള്ളുന്നതിന്റെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ മൈനോറിറ്റിയായ ഒരു സംവിധാനം ഭരണമായി മാറുമ്പോൾ ആ ഭരണത്തിന് 52 ഖണ്ഡികകളുള്ള ഒരു മനോഹരമായ ഭരണഘടന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കുമ്പോൾ ആ ഭരണഘടനയുടെ ഖണ്ഡികയിലെ ഒന്നാമത്തെ ഖണ്ഡിക എന്ന് പറയുന്നത് ഹാദിഹി ഉമ്മത്തുൻ വാഹിദ, ഇതൊരൊറ്റ ഉമ്മത്താണ്. ഇവരെല്ലാവരും കൂടി ജൂതന്മാരും ക്രിസ്ത്യാനികളും മജൂസികളും മുശ്രിക്കുകളും മുസ്ലിങ്ങളും എല്ലാവരും കൂടി ചേരുന്ന ഒരൊറ്റ ഉമ്മത്താണ് ഈ നാടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭരണഘടന ലോകത്തിന്റെ മുമ്പിൽ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് സമർപ്പിക്കുമ്പോൾ ആ ഭരണഘടനയുടെ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുന്നത്. അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പരിക്കുണ്ടാക്കുന്നതല്ല, അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ആശയമല്ല. മറിച്ച് ജനാധിപത്യത്തിലും മതേതരത്വത്തിലുമൊക്കെ സ്വാഭാവികമായ ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് സയ്യിദ് മൗദൂദി മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജി ഉൾപ്പെടെ, അതേപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ ഉന്നതമായ പദവികൾ വഹിച്ച പലരും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ദേശീയതയുടെയും എല്ലാ ദൗർബല്യങ്ങൾ പല സന്ദർഭങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം ജനാധിപത്യ വിരുദ്ധമായ മറ്റൊരാശയം ഉണ്ടാകണമെന്നല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ, മതേതരത്വത്തിന്റെ നന്മകൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാ മതങ്ങൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ, എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കുവാൻ, എല്ലാ ചിന്തകൾക്കും അവരവരുടേതായ പ്രമോഷൻ നടത്തുവാനുള്ള സാഹചര്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഉൾക്കൊള്ളുന്ന ആശയമെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം രാഷ്ട്രീയം പറയുമ്പോഴാണ് ചിലർക്ക് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളായി മാറുന്നത്. അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്കല്ല. അതുകൊണ്ടാണ് സയ്യിദ് മൗദൂദി മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറഞ്ഞത്, ഇസ്ലാമിന്റെ രാഷ്ട്രീയ സങ്കല്പവുമായി ഒരു നിലക്കും ചേർത്ത് വെക്കാൻ പറ്റാത്ത പൈശാചികമായ പ്രയോഗത്തിന്റെ പേരാണ് മതരാഷ്ട്രവാദമെന്ന് സയ്യിദ് മൗദൂദി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു സംഗതിയില്ല. ഇസ്ലാമിനും അങ്ങനെ ഒരു ആശയമില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ദർശനമാണ്. ആ ദർശനത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഒരാളെയും ഈ രാജ്യത്ത് കൊന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ആരെങ്കിലും കവർച്ച നടത്തിക്കൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളെ ചോദ്യം ചെയ്ത് എന്തെങ്കിലും നിഗൂഢമായ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഒരു കച്ചിത്തുരുത്ത് കാണിക്കുക ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട് പല സ്വഭാവത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരോട് വേണമെങ്കിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ കേട്ടെടുക്കാം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇതിനെന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു കച്ചിത്തുരുമ്പ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഈ കഴിഞ്ഞ 75 വർഷക്കാലത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ല ജമാഅത്തെ ഇസ്ലാമി. അത് വളരെ സ്വതന്ത്രമായി, വളരെ മനോഹരമായി, വളരെ സർഗാത്മകമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്ക് ആരോടും വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരു സംഘടനയോടും വെറുപ്പില്ല. ഒരുപക്ഷെ പിന്നെ CPM-ന്റെ ആളുകൾ വിചാരിക്കുന്നുണ്ടാകും ജമാഅത്തെ ഇസ്ലാമിക്ക് CPIM എന്ന് പറയുന്ന ഈ പാർട്ടിയോട് അങ്ങേയറ്റത്തെ വെറുപ്പാണ്. ഒരു വെറുപ്പും നിങ്ങളോടില്ല. അങ്ങനെ ചില ആളുകളോട് അങ്ങനെ വെറുപ്പ് പ്രകടിപ്പിക്കുക, മറ്റു ചില ആളുകളോട് അമിതമായ ബന്ധമുണ്ടാക്കുക, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനമല്ല. അങ്ങനെ ഒരു രീതി ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ സമ്മതിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കാര്യങ്ങൾ തിരിച്ചറിയാനുമുള്ള അവസരങ്ങളാണ് ഇസ്ലാമിക പ്രസ്ഥാനം സൃഷ്ടിക്കുന്നത്. അതിന്റെ ഭാഗമായി നമുക്ക് സംവാദങ്ങളാവാം, ആലോചനകളാവാം, ചർച്ചകളാവാം, സംഭാഷണങ്ങളാവാം, തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാം. പടച്ചുറപ്പ് അതിന് ഈ സമ്മേളനം ഒരു നിമിത്തമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.